മലപ്പുറം വണ്ടൂരിൽ ഡോക്ടർ ശശി തരൂർ എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഗൺമാന് പരിക്കേറ്റു. കാറിലെത്തിയ സംഘം വാഹനം തടഞ്ഞാണ് മർദ്ദിച്ചത്. 5 പേർക്കെതിരെ കേസെടുത്തു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ആരാണ് ഈ ആക്രമണത്തിന് മുതിർന്നത്? ഗൺമാന് സാരമായ പരിക്കുണ്ടോ? അവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നതേയുള്ളൂ. ഇന്ന് വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ഏറനാട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ് വണ്ടൂരിലെ KP അനിൽകുമാറിന്റെ പരിപാടിക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ശശി തരൂരിന്റെ വാഹനം പോകുന്ന സമയത്ത് അവിടെ ഗതാഗത കുരുക്കുണ്ടായി. ആ സമയത്ത് MP-യുടെ കാർ ഹോൺ അടിച്ചിരുന്നു. ആ സമയത്താണ് മറ്റു കാറിൽ പോവുകയായിരുന്ന 5 പേർ ഇറങ്ങി വന്ന് ആ വാഹനത്തിന് നേരെ വാഹനത്തിന്റെ ബോൾട്ടൊക്കെ അടിക്കുകയും പിന്നീട് കയ്യേറ്റം ചെയ്യാനൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. ഗവൺമെന്റിന്റെ പരാതിയിലാണ് ഇപ്പോൾ വണ്ടൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ശശി തരൂർ വാഹനത്തിനകത്ത് തന്നെയായിരുന്നു, പുറത്തിറങ്ങിയിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. ഗവൺമെന്റിന്റെ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പരിക്കേൽക്കാത്തതിനാൽ തന്നെ ശശി തരൂർ അദ്ദേഹത്തിന്റെ പരിപാടി തുടരുകയായിരുന്നു. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയ ഭാഗങ്ങളാണ് ശശി തരൂരിന്റെ പരിപാടിയുള്ളത്. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം നിലമ്പൂരിലേക്ക് പോവുകയും UDFന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരി, ഏതായാലും ശശി തരൂരിന് ഈ തർക്കത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആരോഗ്യവാനാണ് എന്നതാണ് അല്പം മുമ്പ് ദൃശ്യത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ 5 പേരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. ഇവരുടെ പശ്ചാത്തലം എന്താണെന്ന് വരും മണിക്കൂറുകളിൽ പുറത്തു വരികയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.